അഞ്ചൽ കൊലക്കേസിൽ നിർണായക മൊഴികൾ. രഞ്ജിനിയെയും കുട്ടികളെയും കൊന്നത് രാജേഷ്. രഞ്ജിനിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ രാജേഷ് അവിടെ എത്തി. വാടക വീട്ടിലേക്ക് ഇവരെ മാറ്റിയതും കൊലപാതക ആസൂത്രണത്തോടെ. കുഞ്ഞുങ്ങളുടെ ജനനത്തിന് മുൻപ് കൊലപാതകം ആസൂത്രണം ചെയ്തുവെന്നും മൊഴി. 2008 മുതൽ പുതുശ്ശേരിയിൽ വ്യാജമേൽവിലാസത്തിലാണ് പ്രതികളായ ദിവിൽകുമാറും രാജേഷും താമസിച്ചിരുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CBI പിടികൂടിയ പ്രതികളെ ഈ മാസം 18 വരെ റിമാൻഡിലാക്കിയിരിക്കുകയാണ്. അതിനിടെയാണ് പ്രതികളുടെ തന്നെ ചില നിർണായക മൊഴികൾ പുറത്തുവരുന്നത്. രഞ്ജിനിയെയും കുട്ടികളെയും കൊന്നത് രാജേഷാണെന്നും രഞ്ജിനിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ രാജേഷ് അവിടെ എത്തി സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് പ്രസവശേഷം വാടക വീട്ടിലേക്ക് ഇവരെ മാറ്റിയതും കൊലപാതക ആസൂത്രണത്തോടെയാണെന്നാണ് മൊഴി. 2 മാസം നീണ്ട ഗൂഢാലോചനയ്ക്ക് ഒടുവിലാണ് 2006 ഫെബ്രുവരി 10 പ്രസവിച്ചു കിടന്നിരുന്ന രഞ്ജിനിയെയും 17 ദിവസം മാത്രം പ്രായമായ ഇരട്ട പെൺകുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത്. കുഞ്ഞുങ്ങളുടെ പിതൃത്വം തെളിയിക്കാനായി ദിവിൽകുമാർ DNA പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന വനിതാ കമ്മീഷൻ ഉത്തരവിന് പിന്നാലെയായിരുന്നു ക്രൂരകൃത്യം. 19 വർഷത്തിന് ശേഷമാണ് പ്രതികളെ CBI പിടികൂടിയത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച CBI കസ്റ്റഡി അപേക്ഷ നൽകും. പുതുശ്ശേരിയിൽ ആൾമാറാട്ടം നടത്തിയ പ്രതികൾ കഴിഞ്ഞിരുന്ന വിവരം ഇവരുമായി ഏറ്റവും അടുപ്പമുള്ള ചിലർക്ക് അറിയാമായിരുന്നുവെന്നാണ് CBIക്ക് ലഭിച്ച സൂചന. വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിയിരുന്നോ എന്നും സംശയമുണ്ട്. ആൾമാറാട്ടം നടത്തി പുതുശ്ശേരിയിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ തിരിച്ചറിയാൻ ശാസ്ത്രീയ പരിശോധനകളും നടത്തും. ജനം, കൊച്ചി.